Hello, welcome to my channel Life of 3 Idiots by Aryan Vishak. വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഗെറ്റ് ടുഗെദർ. അതിനായി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ഒരു ഹോം സ്റ്റേയിലേക്ക് പോയ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട, അത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അവിടെ നിന്ന് 4.5 കിലോമീറ്റർ മാറി വിളപ്പിൽശാലയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ വരുന്നത്. ഞങ്ങൾ 3 ഫാമിലീസാണ് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ ഒരേ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളാണ്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ അവിടുത്തെ കെയർ ടേക്കർ ചേട്ടൻ. ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. 3 ദിവസം അവധി ഉണ്ടായിരുന്നു. സോ പിള്ളേരെയും കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഹോം സ്റ്റേ തന്നെ തിരഞ്ഞെടുത്തത്. വേറെ സൈറ്റ് സീയിങ്ങിനൊന്നും പോവാണ്ട് ഒരു ഹോം സ്റ്റേ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് പിള്ളേർക്കൊന്ന് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് ഈ ഒരു പ്രോപ്പർട്ടി തന്നെ തിരഞ്ഞെടുത്തത്. ഇതല്ല കേട്ടോ ഈ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മുൻവശത്തേക്ക് പോകാം. ഇവിടെ എല്ലാം നല്ല ചെടികളും മരങ്ങളും ഒക്കെ ചുറ്റിനും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കാരണം ടോട്ടലി ഒരു പച്ചപ്പും ഒരു തണലും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുറ്റത്തെത്തി. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂളുള്ളത്. പൂളിലേക്ക് പോകുന്ന ഈ വഴിയൊക്കെ അവർ നല്ല രസമായിട്ടാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 4 വികൃതിക്കുട്ടന്മാരെയും കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ ബേബി പൂള് കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. ഞങ്ങളുടെ വലിയ പൂളൂടെ കണ്ടപ്പോൾ ഡബിൾ ഹാപ്പിയായി. നല്ല പ്രൈവസിയുള്ള പൂളിൻ്റെ ഈ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ ഫാമിലിയായി വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ കണ്ടെത്തിയ സ്പോട്ട് തെറ്റിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. റൂമിൽ പോയി ഡ്രസ്സ് മാറി വരാനുള്ള സാവകാശം പോലും പിള്ളേർക്ക് ഉണ്ടായിരുന്നില്ല. കേശൂട്ടനും ആദിയും ദേവൂട്ടനും ഒക്കെ ആദ്യം കൈ നനച്ചു, പിന്നെ കാല് നനച്ചു, പിന്നെ ആ പൂള് തന്നെയായിരുന്നു ഇവന്മാരുടെ ലോകം. കുട്ടികൾക്കായിട്ടുള്ള 2 സ്വിമ്മിംഗ് ട്യൂബും അവിടെ അവൈലബിൾ ആയിരുന്നു. കുട്ടികളുമായിട്ട് വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടെ ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ട്രിവാൻഡ്രത്ത് എവിടെയുണ്ട് എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാനും വെച്ചും ഡെയിലി ഈ റോക്ക് വ്യൂ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലൂടെയാണ് ജോലിക്ക് പോകുന്നത് വരുന്നതൊക്കെ. സോ നമുക്ക് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ അടുത്താണ്. എന്നാൽ പിന്നെ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തത്. 2 മണി വെയിലൊക്കെ നല്ലപോലെ ഇപ്പോൾ ആ പൂൾ സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ പിള്ളേരെയും കൊണ്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി വെയിൽ താഴ്ന്നിട്ടൊക്കെ തിരിച്ചു വരാമെന്ന് ഓർത്തു. താഴെ റൂമിലേക്ക് പോകാനായിട്ട് പൂൾ സൈഡിൽ തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ല, ആ ഒരു മാവിൻ്റെ ചോട്ടിൽ ഒരു മേശയും കുറച്ച് കസേരയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ വൈകിട്ട് രാത്രി ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിയിലുള്ള ആ ഒരു ചുമരിലാണ് അവർ ഈ പടങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് അവരിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴത്തേക്ക് വരുമ്പോഴാണെങ്കിലും ആ മൺചുമരിൽ അവർ കുറേ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പോവാം. അപ്പോഴത്തേക്കും ഇതേ വേദൂട്ടൻ ഇവിടുത്തെ ഗാർഡിൻ്റെ ചുമതലയൊക്കെ ഏറ്റെടുത്ത ഒരു മട്ടിൽ നിൽപ്പാണ്.
നമ്മൾ കയറി വരുമ്പോൾ ഈ ഹാളിൽ ഒരു ടിവിയും അത്യാവശ്യം വലിപ്പമുള്ള 2 സോഫയും ഉണ്ട്. കൂടാതെ നമുക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഈ സോഫയിലും അല്ലെങ്കിൽ നിലത്ത് നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കിടക്കാനുമുള്ള അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് തന്നെയാണിത്. ഇതൊരു 3 BHK പ്രോപ്പർട്ടിയാണ്. താഴെ 2 റൂമും മേളിൽ 1 റൂമും. ഈ റൂമിലാണ് നമ്മൾ താമസിച്ചത്. ഈ റൂമെന്ന് വെച്ചാൽ ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടൊന്നും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ റൂമിന്റെ ഡോറ് തുറന്നാൽ കാണുന്നത് നമ്മൾ നേരത്തെ കയറി വന്നില്ല ആ ഒരു എൻട്രൻസ് ഏരിയ ആണ്. ഞങ്ങളുടെ റൂമിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് രണ്ടാമത്തെ റൂമും വരുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ റൂം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ നമ്മളിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ഇവിടെ ഫുൾ ടൈം ആയിട്ട് ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ആളോട് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പോർഷനിൽ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളുണ്ട്. ഞാൻ ഈ കാര്യം എടുത്തു പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പെർ ഹെഡിനാണ് പേയ്മെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആൾ കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് വിഷയം ഉണ്ടാവില്ല. നമുക്കിവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഒരാൾക്ക് 1000 രൂപയും ഹോളിഡേയ്സ് ആണെങ്കിൽ ഒരാൾക്ക് 1250 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഈ ചാർജിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ റൂമിന്റെ പുറത്തായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നല്ല മലനിരകൾ, തിക്കായിട്ടുള്ള വെജിറ്റേഷൻ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഒരു ബഹളങ്ങളോ തിരക്കുകളോ ഒന്നും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് മിനിമം 5 പേര് വേണം. ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 13 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാം. ഈ റൂമിൽ ബെഡ് കൂടാതെ ഒരു ദിവാൻ കോട്ടും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ വീണ്ടും താഴത്തേക്ക് പോവാണ്. ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ കൊണ്ട് ആശാൻ ഇറങ്ങി വരുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. ഞാനത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വിട്ടുപോയി. ഗ്യാസ് സ്റ്റവും ഫ്രിഡ്ജും വാട്ടർ പ്യൂരിഫയറും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ. പിള്ളേരെ ഒന്നുകൂടെ ഫ്രഷപ്പ് ഒക്കെ ആക്കി ഫ്രൂട്ട്സും കുഞ്ഞു സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവർ വീണ്ടും എനർജി പാക്ഡ് ആയിട്ടുണ്ട്. വെയിലൊക്കെ മങ്ങി ഞങ്ങളും പൂളിലേക്ക് പോയി. ഒത്തിരി നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സൺസെറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ. സത്യം പറഞ്ഞാൽ അത് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തില്ല. രാത്രി ഞങ്ങൾ പുറത്ത് പോയാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ്. രാത്രി ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടി നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ പൂളിൽ കളിച്ചതിൻ്റെ ക്ഷീണത്തിൽ നേരത്തെയൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു ഗെയിംസും പാട്ടുകളും പഴയ നമ്മുടെ ഓർമ്മകളും അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കുറേ നേരം നല്ല രാത്രിയാവുന്നവരെയും ഞങ്ങൾ അങ്ങനെ റിലാക്സ് ചെയ്ത് ചില്ലായിട്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ പേഴ്സണലായിട്ടുള്ള അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഞാൻ ദി റോക്ക് വ്യൂ എന്ന നമ്മുടെ ഹോം സ്റ്റേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ. പിറ്റേന്ന് 12 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ടൈമാണ്. ഫുഡിനായിട്ട് അവർ 2 നല്ല ഹോട്ടൽസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് അവർ കൊണ്ടുതരും. പുറത്തുനിന്ന് സാധനം മേടിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യവും അവിടെ ഉണ്ട്. മാക്സിമം നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു വീക്കെൻഡ് പോയി താമസിച്ച് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടേതായ ഒരു ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായ അനുഭവം. അവിടുന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അടിപൊളി വ്യൂ ഉള്ള നെട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം പബ്ലിസിറ്റി നേടിയതാണ് അമ്മച്ചിയുടെ കട എന്നറിയപ്പെടുന്ന അക്ഷയപാത്രം. അവിടെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. എന്നിരുന്നാലും പുതിയ കട സ്റ്റാർട്ട് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് അവിടെയാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയത്.
ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ പുതിയ ടോക്കൺ സിസ്റ്റം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഞങ്ങൾ അവിടെ ഇറങ്ങി ടോക്കണും മേടിച്ചിട്ട് നെട്ടയിലേക്ക് പോയി. നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കുറേ വ്യൂ പോയിന്റ്സ് കാണാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് കേരള തമിഴ്നാട് ഒരു ബോർഡർ റീജിയനാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. ഈ ഡാം മീനുകളുടെ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒത്തിരി ഹോട്ടൽസ് ഇപ്പോൾ ഇവിടെ ഈ പരിസരത്തെല്ലാം ഉണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. ഈ പ്രദേശത്ത് വൈകുണ്ഠം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഏക്കർ കണക്കിന് ഇങ്ങനെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഇടയിലൂടെ നമുക്കിങ്ങനെ താഴത്തേക്കൊരു വ്യൂ പോയിന്റിലേക്ക് പോകാം. അവിടെയാണ് പ്രധാനമായിട്ടും ഫാമിലീസൊക്കെ വരുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഞങ്ങളുടെ ടോക്കൺ ടൈം ആയപ്പോഴത്തേക്കും പോയി ഫുഡ് കഴിച്ചു. അതോടുകൂടി ഈ വീക്കെൻഡ് ട്രിപ്പ് അവസാനിച്ചു. മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇതും. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.